മലയാളികളിൽ ആത്മഹത്യ കൂടി വരികയാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 36,190 ആത്മഹത്യകൾ 367 പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 118 പോലീസ് സ്റ്റേഷനിൽ എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ആത്മഹത്യാ നിരക്ക് ഏകദേശം 40,000-45,000 വന്നിരിക്കുന്നു 5 വർഷം കൊണ്ട്. ഈ സൂയിസൈഡൽ ഹെൽപ്പ് ലൈനൊക്കെ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്. തിങ്കളാഴ്ച മുതൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 മണി വരെ, ഞായറാഴ്ച ഒഴിച്ച് തിങ്കൾ മുതൽ ശനി വരെ ഹെൽപ്പ് ലൈനുണ്ട്. അതുകൊണ്ട് സ്വയം ഇങ്ങനെ അവർക്ക് വിരക്തി തോന്നുന്നവർ, നിരാശ തോന്നുന്നവർ, ഒന്നും പ്രതികരിക്കാൻ കഴിയാത്തവർ, അങ്ങനെ നിരാശരായിരിക്കുന്ന അവർക്ക് ഈ നമ്പറിൽ വിളിക്കണം. 91 529 87 821 വിളിക്കുക, വെറുതെ വിളിക്കുക. 24 മണിക്കൂർ അവിടെ ആളുണ്ട്. നിങ്ങളുടെ സങ്കടമൊക്കെ പറയുക. ആരുടെങ്കിലും പറയാൻ മടിച്ച് വീട്ടിനകത്ത് കുത്തിയിരിക്കുന്നവർക്ക് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ കുറേ ആശ്വാസം വരും. എന്തായാലും നിരാശരാണ് നല്ലൊരു ശതമാനം മലയാളികൾ. പല കാരണങ്ങളുണ്ട്. അത് നമുക്ക് വളരെ സാഡ്, എപ്പോഴും ഒരു സങ്കടാവസ്ഥ പലർക്കും ഉണ്ടാവും. താൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല വീട്ടിൽ, അല്ലെങ്കിൽ നാട്ടിൽ, അല്ലെങ്കിൽ സ്കൂളിൽ, അല്ലെങ്കിൽ കോളേജിൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സ്ഥലത്ത്. എപ്പോഴും ഒരു ഇൽ ഫീലിംഗ്, സാഡ്നെസ്. പിന്നെ പലർക്കും വെളിയിലിറങ്ങാൻ ഭയമാണ്. കാരണം സമൂഹത്തിൽ നമുക്കറിയാം, കുട്ടികൾ എല്ലാവരും വയലൻസിലേക്ക് പോയിരിക്കുന്നു. കോളേജ്, സ്കൂൾ കുട്ടികളെല്ലാം ഭയമാണ്. അതിനടുത്തൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ തല്ല് കിട്ടും, ആവശ്യമില്ലാതെ ഏറ് കിട്ടും. ചിലപ്പോൾ അവർ ഒരു രസത്തിന് കല്ലെടുത്തെറിഞ്ഞ് നമ്മുടെ വാഹനത്തിൽ ചില്ല് പൊട്ടിയെന്നും വരാം. അതൊരു ഭയം ആ വഴി പോകാൻ. തന്നെയുമല്ല, റോഡ് മുഴുവൻ ഇപ്പം വാഹനം നിറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. ഇവിടെ വാഹനങ്ങൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. 2 വീലറും 3 വീലറും 4 വീലറും. കഴിവുള്ളത്തോളം പണമില്ലാത്തവരാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു 4 വീലുള്ള ഒരു വാഹനം വാങ്ങിച്ചു കൂട്ടും. പക്ഷേ റോഡ് വർഷങ്ങളായിട്ട് അതേപടി നിലനിൽക്കുന്നു. ആക്സിഡൻറ്റ് ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലെവലും ഇല്ലാതെയാണ് ഇത്രയും തിരക്കുള്ള ഈ റോഡിൽ കൂടെ വാഹനത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവർ വാഹനം ഓടിക്കുന്നത്. അവർ യഥേഷ്ടം അവർക്ക് പോകുന്ന വഴി കൂടെ ലെഫ്റ്റെന്നോ റൈറ്റെന്നോ ഒന്നുമില്ല, ട്രാഫിക് റൂളൊന്നുമില്ല. അങ്ങനെ അതുങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് ഒരു വാഹനം എടുത്തുകൊണ്ട് പോകാൻ ഭയമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വാഹനം എടുത്ത് ഓടിക്കുന്നതിന് മനുഷ്യന് ഓരോ കപ്പാസിറ്റികളുണ്ട്. രാവിലെ മുതൽ ആ കോവളത്തുനിന്ന് ഒരു പെൺകുട്ടിയും അവരുടെ സഹോദരിയുടെ കൊച്ചും 2 വീലർ കയറി അവർ കൊട്ടിയത്ത് പോയി അവിടെ ഒരു മരണ ചടങ്ങിൽ പങ്കെടുത്ത് അപ്പോൾ തന്നെ തിരിച്ച് ഇവിടെ വരുന്ന വഴിക്ക് ഫ്ലൈ ഓവറിൽ വെച്ച് ഓവർ സ്പീഡോ അല്ലെങ്കിൽ അവർ ഉറക്കം തൂങ്ങിയോ അതിൻ്റെ സൈഡിലെ കൈവരിയിൽ ഇടിച്ച് താഴെ പോയി. വാഹനം റോഡിൽ കിടന്നു. ഇവർ 3 പേരും റോഡിൻ്റെ താഴെ വീണു. 37 താഴ്ച വീണു. അതിൽ ഒരു സ്ത്രീ മരിച്ചു. ആ കുഞ്ഞു കൊച്ചിനും ഒരു സ്ത്രീക്കും ജീവൻ തിരിച്ചു കിട്ടി. അവർ ചികിത്സയിലുമാണ്. അപ്പം വാഹനത്തിൻ്റെ ബാഹുല്യം, വാഹനം ഓടിക്കുന്നയാളുടെ ധൃതി, അയാളുടെ നിയമം തെറ്റിച്ചുള്ള പോക്ക്, അയാൾക്ക് എളുപ്പം കാര്യം സാധിക്കണം, എല്ലാവരും തള്ളിയിട്ട് മുന്നോട്ട് പോകണം വാഹനം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഭയം ഇത് മാത്രമല്ല, സമൂഹത്തിനോട് ഭയമുള്ള വളരെയധികം ആൾക്കാരുണ്ട്. ചുറ്റുമുള്ളവരോട് ഭയം, വെളിയിറങ്ങാൻ മേല, കോളേജിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഭയം, അവിടെയുള്ള നേതാക്കന്മാരുടെ ശല്യം, ഇവരോടുള്ള പെരുമാറ്റം. പല കോളേജിലും കുട്ടികൾക്ക് പോകാൻ ഭയമാണ്. കാരണം ഇവരിൽ നിന്നുള്ള പൈസ പിടിച്ചു പറിക്കും നേതാക്കന്മാർ. അവരുടെ ചെരുപ്പ് വാങ്ങിച്ചെന്ന് വരും. അവരുടെ പുതിയ ഷൂ ഉണ്ടെങ്കിൽ അത് ഊരിയെടുത്ത് അവൻ്റെ പഴയത് കൊടുക്കും. അവൻ്റെ ഷർട്ട് മാറ്റിയിടെന്ന് വരും. കുട്ടികൾ ഇതൊക്കെ വീട്ടിൽ ചെന്ന് പറയാൻ ഭയമാണ്. അടുത്ത ദിവസം ചെന്നാൽ ഇവനെ ഉപദ്രവിക്കും. എന്തൊരു ലോകമാണ് നമ്മുടെ സ്കൂളിലും കോളേജുകളിലും നമുക്ക് മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞു. ഭയം. കുട്ടികളെ സ്കൂളിൽ അയക്കാം. മാതാപിതാക്കൾക്ക് ഭയം. മാതാപിതാക്കൾക്ക് റോഡിൽ കൂടെ സഞ്ചരിക്കാൻ ഈ വാഹനത്തിൻ്റെ ബാഹുല്യം കാരണം പലർക്കും ഭീതിയാണ് വീട്ടിലിരിക്കുമ്പോൾ. കുട്ടികൾ സ്കൂളിൽ പോയാൽ
അല്ലെങ്കിൽ മക്കൾ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ അപ്പനമ്മമാർക്ക് ഭീതിയാണ്. ഭീതി കൂടുമ്പം ഛർദി ഉണ്ടാകുന്നു, അസിഡിറ്റി ഉണ്ടാകുന്നു വയറ്റിൽ. ചിലപ്പോൾ അതിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ചിലപ്പം അപ്പന് അല്പം മദ്യപിച്ചെന്ന് വരും, വെളിയിൽ പോയി മദ്യപിച്ചെന്ന് വരും, വീട്ടിൽ മദ്യം കൊണ്ടുവന്നിരുന്ന് മദ്യപിച്ചെന്ന് വരും. അതിൽ നിന്നൊരു മോചനം കിട്ടാതെ വരുമ്പം ഡ്രഗ്സിലേക്ക് പതുക്കെ തീരും. അത് ചിലപ്പം കുട്ടികൾ ഡ്രഗ്സിന് അടിമയായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് സ്വസ്ഥതയില്ല. പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ, ധാരാളം പേര് ആത്മഹത്യ ചെയ്യണം. അപ്പം പിന്നെ ഉറക്കമില്ല പലർക്കും രാത്രി കാലങ്ങളിൽ, സമാധാനപരമായ അന്തരീക്ഷം വീട്ടിലില്ല. അല്ലെ കുട്ടികളെ ഓർത്ത്, അല്ലെ ഭാര്യയെ ഓർത്ത്, അല്ലെ ഭർത്താവിനെ ഓർത്ത് അവർക്കും ഒരു സമാധാനപരമായ അന്തരീക്ഷം ഇല്ല. മനസ്സിന് സുഖമില്ല, ഉറക്കം കിട്ടുന്നില്ല രാത്രിയിൽ. ഓരോരോ ചിന്തയിൽ കൊണ്ട് ഇങ്ങനെ കിടക്കും, തളർന്നുറങ്ങുന്ന പോലെ തോന്നും. അതിനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാണ്, എനർജി ലെവൽ താഴോട്ട് പോകുന്നു. എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നൊരു മോചനം? ഏതായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നതെന്ന് ആദ്യം ഒരു ചിന്ത വേണം. അല്പസ്വല്പം വായന താല്പര്യമുള്ളവർ അത് വായിക്കുക, ഇഷ്ടമുള്ള വിഷയം വായിക്കുക. ആർക്കും പ്രയോജനം വേണ്ട, നിങ്ങൾക്ക് സ്വയം ഒരു പ്രയോജനം വരട്ടെ. ഇഷ്ടമുള്ള വിഷയം, ഏത് സെക്സ് ആയാലും ശരി, പൊളിറ്റിക്സ് ആയാലും ശരി, എക്കണോമിക്സ് ആയാലും ശരി, സോഷ്യോളജി ആയാലും ശരി, കഥാരംഗത്തായാലും ശരി, ഏതെങ്കിലും ഇഷ്ടമുള്ളത് വായിക്കുക. പിന്നെ സംഗീതം തീർച്ചയായിട്ടും എല്ലാ മനുഷ്യനും, ഏത് ക്രൂരഹൃദയനായാലും ഉള്ളവനായാലും ശരി, അല്പം സംഗീതം കേൾക്കുമ്പോൾ കുറേ വ്യത്യാസം, കുറേ റിലീഫ്. അത് സ്വല്പം നേരം സംഗീതം കേൾക്കുക, അല്പം നേരം ഇരുന്ന് വായിക്കുക സമയമുള്ളവർ. അതുപോലെ ഇന്ന വിഷയമൊന്നുമില്ല, അതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് പങ്കുചേരാൻ നോക്കുക, കുറേ റിലീഫ് വരും. അല്ലെങ്കിൽ അല്പം സ്വല്പം നടക്കാൻ പോവുക, അല്ലെങ്കിൽ സ്വല്പം കളിക്കാൻ പോവുക, അല്ലെങ്കിൽ തൻ്റെ സമപ്രായക്കാരായിരുന്നു വെടിപടലങ്ങൾ പൊട്ടിക്കുക, അല്ലെങ്കിൽ വെടിയുടെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. വായു വരുന്നതൊക്കെ ചുമ്മാ വിളിച്ചു പറയുന്ന ധാരാളം പേര്, അവർക്കത് രസിക്കുകയാണ്. നമ്മളത് വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അപ്പോൾ പിന്നെ ചിലർക്ക് ഈ ടെൻഷൻ കൂടുമ്പം ആവശ്യമില്ലാതെ തിന്നും, വെറുതെ ഇരുന്ന് ആഹാരം കഴിക്കും. അതുകൊണ്ട് പൊണ്ണത്തടി വരും, അതിന് രോഗങ്ങൾ അതിൻ്റെ പിന്നാലെ ഓരോന്നോരോന്ന് വരും. പക്ഷേ അതൊരു റെസ്റ്റ്ലെസ് ആണ് മനസ്സ്, അതുകൊണ്ട് എപ്പോഴും തിന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആൾക്കാരുണ്ട്. പിന്നെ പലർക്കും സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉള്ളവരുണ്ട്, അതിനൊന്നും ഒരു പ്രതികാരം ഉണ്ടാവില്ല, അല്ല അതിനൊരു പ്രതിവിധി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അവർ ആ ഒരു ലോകത്ത് നിരാശരായി ഇരിക്കുന്നു. അതിൽ നിന്നൊക്കെ മാറണം. നമുക്ക് പല ഡിഫക്റ്റ് ഉണ്ടാവും, പല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും സാമൂഹികമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കുടുംബപരമായ ബുദ്ധിമുട്ടുകളും രാഷ്ട്രീയപരമായ ബുദ്ധിമുട്ടുകളും അതുപോലെ ഒപ്പം തന്നെ മതപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ മാറണം. അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യരുത്, മാറി നമ്മൾ സംശയിക്കും. പുരുഷന്മാരാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്തത്. അത് ഒന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ സർക്കാർ ജീവനക്കാരുണ്ട്, അവർ വിചാരിക്കുന്ന പോലെ അവരുടെ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങളും നടക്കുന്നില്ല, കുട്ടികളുടെ കാര്യം നടക്കുന്നില്ല. ധാരാളം സർക്കാർ ജീവനക്കാർ റിട്ടയർ ചെയ്ത് താമസിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്ത്. പല റിട്ടയർമെൻറ്റിന് ശേഷം പലരും ഏജായ ശേഷവും ആത്മഹത്യയുടെ വക്കിലിട്ട് ധാരാളം പേര് തിരുവനന്തപുരത്ത് പോകുന്നതായി കാണാം. അത് കേരളത്തിലെ ഈ 385 പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 6000-ഓളം സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തത്. പക്ഷേ അതിൽ 600-700 കുട്ടികളും ഉണ്ടെന്ന് വിചാരിച്ചോളാം. കുട്ടികളുടെ ആത്മഹത്യ 12 വയസ്സ് താഴെയുള്ളവരുടെ കൂടി വരികയാണ്. പെട്ടെന്ന് അവർ നിരാശരാകുന്നു. അവരെ എൻകറേജ് ചെയ്യണം. അവർക്ക് പഠനത്തിൽ താഴോട്ട് പോയാൽ അവരെ അമിതമായി വഴക്ക് പറയരുത്. അത് സാരമില്ല നമുക്ക്, കാരണം കുട്ടികളുടെ ആരോഗ്യം, അത് മാനസികാരോഗ്യം നന്നായിട്ട് വേണം കുട്ടികൾക്ക്. അതുകൊണ്ട് അവർ ചില സമയത്ത് മർക്കടമുഷ്ടിയോടെ കയറി ഇരിക്കും, ചിലപ്പം പഠിക്കാതെ ഇരിക്കും. നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് അവരെ മാറ്റി വിടണം. അവർക്ക് വലിയ സ്ട്രെസ് ഉണ്ടാകുകയാണ്. എന്താ കാരണം ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. സ്കൂളിലെ പ്രശ്നമാകാം, സഹപാഠിയുടെ പ്രശ്നമാകാം, സാറിൻ്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ വീട്ടിലെ ഫുഡിൻ്റെ പ്രശ്നമാകാം, എന്തുമാകാം, അല്ലെങ്കിൽ വീട്ടിലെ പേരൻസിൻ്റെ പെരുമാറ്റം കൊണ്ടാകാം, പല രീതിയിലുള്ള ഉണ്ടാകും. ഏതായാലും ഉന്നത വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നവരായി മാറുന്നത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ രീതികൾ തീർച്ചയായിട്ടും മാറണം. സാമ്പത്തികമായി വലിയധികം പ്രശ്നം ഉണ്ടാക്കുന്ന കുടുംബങ്ങൾ പലരും കുടുംബം അടച്ച് ആത്മഹത്യ ചെയ്യണം. മക്കളെ വിദേശത്ത് വിട്ടിട്ട് അത് വിചാരിച്ച പോലെ അവിടെ നിന്നുള്ള ഇൻകം വരുന്നില്ല. ഇവിടെ 10, 30, 32 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്തിട്ടാണ് അതുങ്ങളെ അയച്ചിരിക്കുന്നത്. അവരവിടെ ചെന്ന് അവരെ തന്നിഷ്ടം പോലെ നടക്കും. ചിലപ്പോൾ ചിലർ വീട്ടിലേക്ക് പണം അയച്ചു കൊടുത്ത് ഉത്തരവാദിത്തത്തോടെ നിൽക്കും. എന്നാലും നല്ലൊരു ശതമാനം ആൾക്കാർ അവർക്ക് സ്വതന്ത്രമായ ഒരു സ്ഥലമാണ്,
രണ്ടാമത് പണം ആവശ്യത്തിന് ലഭിക്കുന്നുണ്ട്. വീട്ടുകാരെയും അവരുടെ ബന്ധുക്കളെയും അല്ലെങ്കിൽ ബാങ്കിലെ കാര്യങ്ങളൊക്കെ മറക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ ഇപ്പോഴത്തെ സാമൂഹികമായ മാറ്റങ്ങൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളം പേരിവിടെയുണ്ട്. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ ഏകദേശം അതിൻ്റെ ഒരു 17% അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നു കഴിഞ്ഞു. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് വലിയധികം മാറ്റങ്ങൾ ഇവരുടെ വരവോടുകൂടി സമൂഹത്തിലുണ്ടാവും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. പ്രകൃതിയിൽ നമുക്കറിയാം പോപ്പുലേഷൻ ഇവിടെ കൂടി, അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ കൂടിയതും അന്യസംസ്ഥാന തൊഴിലാളികളുടെ വരവും എല്ലാം കൊണ്ട് നമ്മുടെ പ്രകൃതി മുഴുവൻ മലിനമായി, ചുറ്റുവട്ടം മുഴുവൻ മലിനത്തിലോട്ട് പോയി. നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ കഴിയില്ല, അത് സാധിക്കത്തുമില്ല. ഏത് പ്രോഗ്രാം കൊണ്ടുവന്നാലും ശരി, നമ്മുടെ മലിന പദാർത്ഥങ്ങൾ വലിച്ചെറിയുന്നതും അതിന് ഇലക്ട്രോണിക് സാധനങ്ങൾ അതുപോലെ കുന്നുകൂടി കേരളത്തിൽ കിടക്കുകയാണ്. അതൊന്നും നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്നില്ല. അത് അവർ മണ്ണിൽ ലയിക്കുന്ന സാധനങ്ങളല്ല, അത് മണ്ണിലോട്ട് കുഴിച്ചിട്ടാലും അവിടെ തന്നെ കിടക്കും. അപ്പം മണ്ണിനും പ്രകൃതിക്കും കാലാവസ്ഥയ്ക്കെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ അടുത്ത ദിവസം നമ്മൾ ഞെട്ടലോടെ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ എലിപ്പനി വർദ്ധിക്കുകയാണ്, കോളറ വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ മാലിന്യത്തിനകത്താണ് ഈ എലികൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് പ്രകൃതി, അവർ നാച്ചുറലായിട്ട് ഫുഡ് തേടാതെ നമ്മൾ കളയുന്ന ഫുഡ് പദാർത്ഥങ്ങളിൽ അവർക്ക് വളരെ സുലഭമായി വളരാനും പെറ്റുപെരുകാനും അവസരം കൂടി. അതുകൊണ്ട് കേരളത്തിൽ എല്ലാ മുക്കിലും മൂലയിലും എലികൾ ധാരാളമായിട്ട് കാണുകയാണ്. അതിനെ കൊല്ലാനുള്ള ശ്രമത്തിൽ കുറേയൊക്കെ ചിലപ്പം വിജയിച്ചെന്ന് വരും. ഒരു വീട്ടിലെ പരിസരത്തുള്ള 3-4 എലികളെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തു നിന്ന് ഇവിടെ എലി വന്ന് ചേക്കേറുന്ന കാഴ്ചയാണ്. ശാശ്വതമായ ഒരു പരിഹാരം അതിനുണ്ടാകുന്നില്ല. അതുപോലെ ഈ മാലിന്യ പദാർത്ഥങ്ങൾ കുന്നുകൂടിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കൊതുക് പെരുകി, ചെറിയ കൊതുകും വലിയ കൊതുകുകളും തുടങ്ങി. അതുകൊണ്ട് നമുക്ക് ഡെങ്കിപ്പനികൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു, കോളറ വർദ്ധിച്ചു വരുന്നു, അത് എലിപ്പനി വർദ്ധിച്ചു വരുന്നു. ഇതിനൊന്നും നമുക്ക് പരിഹാരം കാണുന്നില്ല, പരിഹാരം കാണാനൊട്ട് കഴിയില്ല. സർക്കാരിനും പൊതുജനങ്ങൾക്കും സാമൂഹിക സംഘടനകൾക്കും കുറേയൊക്കെ ചെയ്യാൻ പറ്റും, അതിലപ്പുറത്തോട്ടൊന്നും കാര്യങ്ങൾ നീങ്ങുന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അതുകൊണ്ട് പലരും നിരാശരായി ആത്മഹത്യയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതിനൊക്കെ നമ്മൾ സ്വയം പ്രതിവിധി കാണണം. നിരാശപ്പെടരുത്, ഒരിക്കലും നിങ്ങൾ ആരും നിരാശപ്പെടരുത്. കാരണം ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല, പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഉള്ള ആ ലിമിറ്റഡായ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കും. ആത്മഹത്യാ പ്രവണതകൾ കുറയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല, കൂടിക്കൂടി ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കണക്ക് ഞാനിപ്പം പറഞ്ഞത്. കാരണം ഇതിനകത്ത് ഏകദേശം 367 പോലീസ് സ്റ്റേഷനിലെ ലിമിറ്റിൽ ഏകദേശം 36,000-37,000 പേര് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ 585 പോലീസ് സ്റ്റേഷനിൽ ആകെ കഴിയുമ്പം 70,000 പേരോളം, ഇതിൻ്റെ ഇരട്ടിയോളം ആൾക്കാർ ആത്മഹത്യ ചെയ്ത കണക്കുകൾ പുറത്തോട്ട് വരും. അപ്പം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യാ പ്രവണതകളുള്ളവരാരും എല്ലാം അത് മറ്റൊരാളുമായിട്ട് പങ്കുവെക്കാനോ തയ്യാറാകണം, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തയ്യാറാകണം, അല്ലെ സുഹൃത്തുക്കൾ തയ്യാറാകണം, അല്ലെ സഹപാഠികൾ തയ്യാറാകണം. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കണം. സംഗീതവും വായനയും എഴുത്തും ഇൻട്രാക്ഷനും വെളിപറയലും അല്ലെങ്കിൽ സാഹിത്യ പുസ്തകങ്ങൾ വായിക്കലും കവിത വായിക്കലും, ആവശ്യമില്ല ട്യൂണും ഒന്നും ഇല്ലെങ്കിൽ ഒരു പാട്ടുപാടി യൂട്യൂബിൽ ഇട്ട് കൊടുക്കുക. അതിനൊക്കെ 100 വിമർശനം വരട്ടെ, സ്വീകരിക്കുക. അതൊന്നും പഠിക്കില്ല. നമ്മുടെ മാനസികമായ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മലയാളികൾ ഇനി മുന്നോട്ട് പോകണം.